നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വീണ്ടും ടി വി എസ് എന്ന് ഞാൻ പറയാൻ കാരണം കഴിഞ്ഞ ആഴ്ചയിലാണ് ടി വി എസിൻ്റെ ഏറ്റവും പുതിയ ഇലക്ട്രിക് സ്കൂട്ടറായ ഓർബിറ്റർ നമ്മൾ ടെസ്റ്റ് റൈഡ് ചെയ്ത് അതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ അടുത്ത മോഡൽ വന്നിരിക്കുകയാണ്. ഇത് എൻടോർക്കിൻ്റെ 150cc മോഡലാണ്. എൻടോർക്ക് എന്ന മോഡൽ അധികം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, കാരണം ആ വാഹനം 20 ലക്ഷം യൂണിറ്റുകളാണ് വിറ്റഴിഞ്ഞിരിക്കുന്നത്. വളരെ സ്പോർട്ടി ആയിട്ടുള്ള, എല്ലാവർക്കും കാണാനൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു മോഡലാണ് 125. എൻടോർക്കിൻ്റെ ഒരു 125. ഇപ്പോൾ അതിൻ്റെ 150 ആണ് വന്നിരിക്കുന്നത്. 150 വന്നപ്പോൾ പാടെ മാറ്റങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അതായത് സ്റ്റൈലിങ്ങിൻ്റെ കാര്യത്തിലായാലും എൻജിൻ്റെ കാര്യത്തിലായാലും എല്ലാം തന്നെ പാടെ മാറ്റങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ബേസിക് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് 125ൻ്റെ തന്നെയാണ്. പക്ഷേ അമ്പരപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് 150cc എൻജിൻ വന്ന് അധികം കുറേ കാര്യങ്ങൾ അഡീഷണൽ ആയിട്ടൊക്കെ വന്നെങ്കിൽ പോലും ആ 125നേക്കാളും 1 കിലോഗ്രാം ഭാരം ഇതിന് കുറവാണെന്നുള്ള കാര്യമാണ്. അതെങ്ങനെ സാധിച്ചെടുത്തു എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും സ്റ്റൈലിങ്ങിൻ്റെ കാര്യത്തിൽ ഗംഭീരമാണ്. നമ്മളിപ്പോൾ ഫാർ ഈസ്റ്റ് കൺട്രീസിലൊക്കെ പോകുമ്പോൾ കാണുന്ന യമഹയുടെയും സുസുക്കിയുടെയൊക്കെ ചില സ്കൂട്ടറുകളുണ്ട്. ആ ഒരു സ്റ്റൈലിങ്ങിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ആള് ഗംഭീര സംഭവമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാഴ്ചയിലായാലും കാര്യപ്രാപ്തിയിലായാലും വളരെ മുന്നിൽ നിൽക്കുന്ന ടി വി എസിൻ്റെ ഏറ്റവും പുതിയ എൻടോർക്ക് 150 ടെസ്റ്റ് റൈഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അവിടെയൊക്കെ ആയിട്ട് 125ൻ്റെ ചില ഡിസൈൻ ക്യൂസൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിൽ പോലും ഒരു ക്ലീൻ സ്ലേറ്റിൽ വരച്ചു തുടങ്ങിയ ഒരു വാഹനമായിട്ടാണ് നമുക്ക് ഡിസൈൻ്റെ കാര്യത്തിൽ പറയാവുന്നത്. എന്നാലും വളരെ സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. നമുക്ക് ചില വാഹനങ്ങൾ കാണുമ്പോൾ തന്നെ കണ്ണിൽ പിടിക്കുമല്ലോ, കൊള്ളാം, ഗംഭീരമായിട്ടുണ്ട്. അങ്ങനെ തോന്നിയ ഒരു സ്റ്റൈലിംഗ് ആണ് ഈ വാഹനത്തിന് എന്നുള്ള കാര്യം സംശയമില്ല. ഓരോ കാര്യത്തിലും ആ ഒരു ഏറ്റവും ആധുനികമായ ഡിസൈൻ്റെ രീതികൾ നിലനിർത്താൻ ടി വി എസ് ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ഈ ഓർബിറ്ററിൻ്റെ ടെസ്റ്റ് റൈഡിലും പറയുന്നത് ടി വി എസ് എന്നെ എപ്പോഴും അമ്പരപ്പിക്കുന്ന ഒരു കമ്പനിയാണ്. ടി വി എസ് അങ്ങനെ വലിയ വിദേശ ബന്ധമൊന്നുമില്ലെങ്കിലും ഇന്ത്യയിലെ R&D വെച്ച് കിഡിലൻ മോഡലുകളാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. തന്നെയല്ല വളരെ സജീവമാണ്. എപ്പോഴും പുതിയ മോഡലുകൾ കൊണ്ടുവന്ന് എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ടി വി എസ്. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഹെഡ് ലാമ്പ് നോക്കുകയാണെങ്കിൽ എത്ര രസകരമാണെന്ന് കാണുക. കണ്ടോ, ഈ 4 ഉണ്ടകളാണ് എന്നാണ് പറയേണ്ടത്. നല്ല രസമുള്ള രീതിയിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. അത് ഞാൻ ഓൺ ചെയ്ത് കാണിക്കാം. ഓൺ ചെയ്യുമ്പോഴേ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുകയുള്ളൂ. നല്ല രസികൻ ഹെഡ്ലാമ്പ് തന്നെയാണ് പറയേണ്ടത്. നമ്മളൊന്ന് ഫ്ലാഷ് അടിക്കുമ്പോൾ നടുവിലുള്ളത് കൂടി വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അത് രസകരമായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെയായിട്ട് നമ്മൾ കാണുന്നത് നല്ല ഒരു ഗംഭീര ഇൻഡിക്കേറ്റർ ഡേ ടൈം റണ്ണിംഗ് ലാമ്പാണ്. അതും നല്ല രസമുള്ള ഒരു ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഷേപ്പിന് ചേരുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ വിംഗ്ലെറ്റ്സ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാത്തിനും നല്ല നിർമ്മാണ നിലവാരവും ഉണ്ടെന്നുള്ള കാര്യം എടുത്തു പറയണം. അതുപോലെ സൈഡിലുള്ള ഈ ഒരു പാനലടക്കമുള്ള കാര്യങ്ങളെല്ലാം നല്ല രസകരമായിട്ടുണ്ട്. ഡ്യുവൽ ടോൺ കളേഴ്സാണ് പ്രധാനമായിട്ട് ഈ വാഹനത്തിലുള്ളത്. ഈ കളേഴ്സ് കൂടാതെ വേറെ 3 കളേഴ്സ് കൂടി, ഡ്യുവൽ ടോൺ കളേഴ്സ് കൂടി ഉണ്ട്. അതുപോലെ ഗ്രാഫിക്സ് 150 എന്നുള്ള ഗ്രാഫിക്സും അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഒരു റേസിങ്ങിൻ്റെ ആ ഒരു രീതിയിലുള്ള ഗ്രാഫിക്സ് അതെല്ലാം തന്നെ ഭംഗിയായിട്ടുണ്ട്. അതേപോലെ തന്നെ ഭംഗിയാണ് മഡ്ഗാർഡിൻ്റെ കാര്യത്തിൽ ഒത്തിരി മുന്നിലേക്കൊന്നും നീണ്ടു നിൽക്കുന്നില്ല എന്ന് പറയാം. വളരെ ഒതുക്കി ഭംഗിയായിട്ടിരിക്കുന്ന മഡ്ഗാർഡ്. അതിലുമുണ്ട് ഈ ഡ്യുവൽ കളർ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. മുൻഭാഗത്ത് ഡിസ്ക് ബ്രേക്കും പിന്നിൽ ഡ്രം ബ്രേക്കുമാണ് കൊടുത്തിരിക്കുന്നത്. സിംഗിൾ ചാനൽ ABS ആണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ റൈഡിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ വളരെ പക്കയാണ്. നമുക്ക് ഒരു ആത്മവിശ്വാസം തരുന്ന രീതിയിലുള്ള ബ്രേക്കിംഗ് ഒക്കെ തന്നെയാണ് കിട്ടുന്നത്. എന്തായാലും ഇവിടെയൊക്കെ ഫുൾ റെഡാണ് കൊടുത്തിരിക്കുന്നത്. അലോയ് വീലെല്ലാം കൊടുത്ത് അതൊക്കെ വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. മുൻഭാഗത്ത് 220mm ഡിസ്ക് ബ്രേക്കും പിൻഭാഗത്ത് 130mm ഡ്രം ബ്രേക്കുമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ മുന്നിൽ ടെലിസ്കോപ്പിക് ഫോർക്കും പിന്നിൽ മോണോ ഷോക്കുമാണ് കൊടുത്തിരിക്കുന്നത്. വളരെ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടെന്നുള്ള കാര്യം സംശയമില്ല. കാഴ്ചയിൽ തന്നെ അത് വ്യക്തമാണ്. അതായത് 155mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. പിന്നെ സീറ്റ് ഹൈറ്റ് ആണെങ്കിലും 770mm ഉണ്ട്. വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള വീൽ ബേസ് 1285mm ആണ്. അതുപോലെ തന്നെ 5.8 ലിറ്റേഴ്സിൻ്റെ ഫ്യൂവൽ ടാങ്കും കൊടുത്തിരിക്കുന്നു. മൈലേജിൻ്റെ കാര്യം കമ്പനി വെളിവിട്ടിട്ടില്ലെങ്കിലും 45 കിലോമീറ്റർ വരെയൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാമെന്നാണ് നമുക്കിപ്പോൾ ഈ വാഹനമായിട്ട് വന്ന ഇതിൻ്റെ സെയിൽസിൻ്റെ ഹെഡ് നമ്മളോട് പറഞ്ഞത്. എന്തായാലും സ്റ്റൈലിങ്ങിൻ്റെ കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. മറ്റു കാര്യങ്ങൾ ടി വി എസ് ആയതുകൊണ്ട് തന്നെ നിലവാരമൊന്നും മോശമാകാനുള്ള യാതൊരു സാധ്യതയുമില്ല. അപ്പോൾ മുൻഭാഗം നമ്മൾ ഏകദേശം പറഞ്ഞു കഴിഞ്ഞെന്ന് തോന്നുന്നു. വളരെ സ്റ്റൈലിഷായിട്ടുള്ള മുൻഭാഗമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഇനി സ്റ്റോറേജ് സ്പേസിലേക്ക് വരികയാണെങ്കിൽ ഈ മുൻഭാഗത്ത് നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് 2 ലിറ്ററിൻ്റെ സ്റ്റോറേജ് സ്പേസാണ് നമുക്ക് ഇവിടെ കിട്ടുക. ഇതിൽ സാധനങ്ങൾ അല്ലെങ്കിൽ മൊബൈൽ ഫോണൊക്കെ വയ്ക്കാം. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്കത് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തൂക്കിയിടണമെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ അത് ഇവിടെ 2 ലിറ്റർ ആണെങ്കിൽ ഇവിടെ നമുക്ക് 22 ലിറ്ററാണ് സീറ്റിൻ്റെ അടിയിലുള്ള സ്റ്റോറേജ് സ്പേസ്. ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് സുഖമായിട്ട് അവിടെ ഇരിക്കും. എന്ന് തന്നെയുമല്ല, ഇവിടെയാണ് ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. വാഹനം ഓടിക്കുമ്പോൾ
ചാർജ് ചെയ്യരുത് എൻജിൻ ഓഫായിരിക്കുമ്പോൾ ചാർജ് ചെയ്യരുത് എന്നും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഇതുകൂടെ ഏതായാലും വന്ന സ്ഥിതി കൂടെ കണ്ടിട്ട് പോകാം. E20 എന്ന് പറയുന്ന ഏറ്റവും പുതിയ ഫ്യൂവലിൻ്റെ നോംസൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്. E20 ഫ്യൂവൽ അടിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. എന്ന് തന്നെയല്ല, നമ്മളിത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും പിൻഭാഗത്താണ് ഇത് എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, സീറ്റിൽ നിന്ന് ഇറങ്ങാതെ തന്നെ ഇത് ഓൺ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കാം, അങ്ങനെ ഫ്യൂവൽ നിറയ്ക്കാം. അതായിരുന്നു എല്ലാ കാലത്തും എല്ലാ സ്കൂട്ടർ ഓടിക്കുന്നവരുടെ കൺസേൺ. പക്ഷേ ഇപ്പോഴത്തെ പുതിയ സ്കൂട്ടറിലൊക്കെ ഇത് വെളിയിലേക്കായിട്ടുണ്ട് സീറ്റിൻ്റെ അടിയിൽ നിന്നും. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ ഈ ഭാഗത്തുള്ള എന്താ പറയുക കണക്ടിവിറ്റി ഫീച്ചേഴ്സിലേക്ക് വരാം. മനോഹരമായ ഒരു TFT സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ക്ലാരിറ്റിയുള്ള നല്ല ഒരു സ്ക്രീനാണ് നമ്മൾ കാണുന്നത്. 5 ഇഞ്ച് TFT സ്ക്രീനാണ്. അതിൻ്റെ റെസൊല്യൂഷനും അതിൻ്റെ ക്ലാരിറ്റിയൊക്കെ ഗംഭീരമെന്നാണ് പറയേണ്ടത്. അതിൽ പല കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് 10/10 നാവിഗേഷൻ കാണാം. അതുപോലെ ഈവൻ അലക്സയുടെ അലേർട്ടുകൾ വരെ നമുക്കിതിനകത്ത് കാണാം. അതുപോലെ മ്യൂസിക് പ്ലേ ബാക്ക്, പിന്നെ നോട്ടിഫിക്കേഷൻ അലേർട്ടുകൾ, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കാണാം. ജിയോ ഫെൻസിങ് ഫങ്ഷനാലിറ്റി ഉണ്ട്. അതായത് നമ്മൾ ഒരാൾ വാഹനം എടുത്ത് പോകുമ്പോൾ അദ്ദേഹം ഒരു ഏരിയ വിട്ടു പോകാതിരിക്കാൻ വേണ്ടി നമുക്കത് ലോക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ സ്മാർട്ട് വാച്ചുമായിട്ട് ഇത് പെയർ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും TVSൻ്റെ ആപ്പ് വഴിയാണ് നമുക്കിതിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്. അതായാലും ഗംഭീരമായിട്ടുണ്ട്. അത് ഈ 150യുടെ ടോപ്പ് എൻഡ് മോഡലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൂടാതെ ബേസിക്കുള്ള ഇൻഫർമേഷനുകളെല്ലാം തന്നെയുണ്ട്. ലാപ്പ് ടൈമറുണ്ട്, അതുപോലെ തന്നെ ഓഡോമീറ്റർ, പിന്നെ പ്ലീസ് കണക്ട് ബ്ലൂടൂത്ത് എഴുതിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിത് മറ്റൊന്നും കാണിക്കാൻ സാധിക്കില്ല, കണക്റ്റ് ആയിട്ടില്ല. എന്തായാലും രസമുള്ള രീതിയിലാണ് അതിൻ്റെ സ്പീഡോമീറ്ററിൻ്റെ അടക്കമുള്ള ഗ്രാഫിക്സ് എല്ലാം കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുണ്ടെന്ന് മാത്രമല്ല, അതിൻ്റെ ഒരു നിലവാരം തീർച്ചയായിട്ടും നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ്. ഓരോ കാര്യത്തിലും ആ ഒരു നിലവാരം കാത്തുസൂക്ഷിക്കാൻ TVSന് കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഈ ഹാൻഡിലിൽ അങ്ങ് പിടിക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ സാധിക്കും എത്രത്തോളം നിലവാരമുള്ള പ്ലാസ്റ്റിക്കും അത്തരം മെറ്റൽ പാർട്സൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഈ സ്ക്രീനിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളുടെയൊക്കെ ഒരു സ്വിച്ചാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഹസാർഡ് ലൈറ്റ്, ഹോണ്, പിന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ കാണുന്നത്. എന്തായാലും ഇതിൻ്റെ എന്താ പറയുക വാഹനത്തിൻ്റെ രൂപത്തോട്ട് ചേർന്ന രീതിയിലുള്ള സൈഡ് വ്യൂ മിറേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം സ്പേസൊക്കെ ഉണ്ട്. ചെറിയ ഗ്യാസ് കുറ്റിയാണ് വയ്ക്കാൻ പറ്റുന്നത്, വലിയ ഗ്യാസ് കുറ്റി വയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും ഭംഗിയുള്ള രൂപം എന്ന് പറയുന്നത്. അത് മുൻഭാഗം തൊട്ട് തന്നെ നോക്കിയാൽ സൈഡ് പ്രൊഫൈൽ വളരെ രസകരമാണ്. അതിന് പറഞ്ഞാൽ 770 മില്ലിമീറ്റർ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും സുഖമായിരിക്കാം, ഏത് ഹൈറ്റുള്ളവർക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. അത് തന്നെയല്ല, നല്ല വീതിയുള്ള വളരെ നിലവാരമുള്ള ഒരു സീറ്റാണ് എന്നാണ് പറയേണ്ടത്. അതിൽ റെഡ് സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് ഈ വാഹനത്തിൻ്റെ നിറത്തിന് ചേരുന്ന രീതിയിൽ. എൻഡോർക്ക് എന്നുള്ള ഈ ബാഡ്ജിങ് അടക്കമുള്ള എല്ലാം വളരെ രസകരമായിട്ടുണ്ട്. പിന്നെ പില്ലൻ റൈഡർക്ക് ഇവിടെ ഒരു ഫുഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സൈലൻസർ ടൈപ്പൊക്കെ നല്ല രസകരമാണ്. എന്ന് തന്നെയല്ല, ഇതിൻ്റെ സൗണ്ടും രസമാണ്. ഈ ഒരു കുറച്ച് സ്പോർട്ടി സൗണ്ടാണ് എല്ലാ കാലത്തും എൻഡോക്കിനുള്ളത്. 150 വന്നപ്പോഴും അത് മോശമാക്കിയിട്ടില്ല. അങ്ങനെ രസകരമായ സൗണ്ട് തന്നെയാണ്. അത് 150ൽ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ ഒരു ബാഡ്ജിങ് നിങ്ങൾ കണ്ടു കാണും. അത് എവിടെയാണെന്നാണ് ഞാൻ തപ്പിക്കൊടുക്കുന്നത്. അതായത് ഇവിടെ എവിടെയോ ഒരു ബാഡ്ജിങ് ഉണ്ട്. അതിതാണ് TVSൻ്റെ iGo അസിസ്റ്റ് എന്ന് പറയുന്ന സംവിധാനം ഇതിലുണ്ട്. എനിക്ക് തോന്നുന്നത് 125ൻ്റെ ഏറ്റവും അവസാന ഭാഗത്താണ് അത് വന്നതെന്നാണ്. അത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സാധാരണ ഇപ്പോൾ നമ്മൾ ഈ ഹൈബ്രിഡ്, അതായത് ചെറിയ ഹൈബ്രിഡ് വാഹനങ്ങളൊക്കെ കാണുന്ന ഒരു സംഭവമാണ്. അതിൽ ഈ ഒരു പെട്രോൾ എഞ്ചിനും അതോടൊപ്പം തന്നെ ഒരു മൈക്രോ ഹൈബ്രിഡ് ടെക്നോളജി ഉണ്ട്. അതൊരു ഇൻ്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്ററും ബാറ്ററിയും ഒരു കൺട്രോളറും ഉണ്ട്. അതായത് ചെറിയ തോതിൽ പെട്രോൾ എഞ്ചിൻ ഒന്ന് ലാഗൊക്കെ വരുമ്പോഴത്തേക്കും ഈ ഒരു മോട്ടർ, ഈ ഇലക്ട്രിക് മോട്ടർ ചെറിയൊരു പുഷ് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒട്ടും ലാഗ് ഇല്ലാത്ത രീതിയിൽ ഓടിച്ചു പോകാൻ സാധിക്കും. അതാണ് TVSൻ്റെ iGo അസിസ്റ്റ് എന്ന് പറയുന്ന സംഭവം. അതുപോലെ തന്നെ തരക്കേടില്ലാത്ത കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് സ്മാർട്ട് എക്സ് കണക്ട് എന്ന് പറയുന്ന ആ ബാഡ്ജിങ്ങും അവിടെ കൊടുത്തിരിക്കുന്നു. ഇനി പിൻഭാഗത്തേക്ക് വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇത് പറഞ്ഞില്ല കേട്ടോ. ഇവിടെ ഒരു കാർബൺ ഫൈബർ ഫിനിഷൊക്കെയാണ് നമ്മൾ ഈ താഴെ കൊടുത്തിരിക്കുന്നത്. അതത്ര നിലവാരമില്ല കേട്ടോ. അതിങ്ങനെ അനങ്ങുന്നുണ്ട്. ഈ ഒരു ഭാഗത്തെ പാനൽ അത്ര നിലവാരം പോരാ എന്നാണ് തോന്നുന്നത്. എന്തായാലും പിൻഭാഗത്തേക്ക് വരുമ്പോൾ നല്ല രസകരമായ ഡിസൈൻ തന്നെയാണ്. ഈ പിൻഭാഗത്ത് ഇങ്ങനെ കൂർത്ത് വരുന്ന പിൻഭാഗം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു വൈ ഷേപ്പുള്ള ഒരു LED ടെയിൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. മനോഹരമായ ഒരു ബമ്പർ, അത് വളരെ താഴെ വരെ പോകുന്നുണ്ട്. പിൻഭാഗത്തിരിക്കുന്നവർക്ക് മഴക്കാലത്ത് ചെളിയടിക്കും എന്നുള്ള പേടിയൊന്നും വേണ്ട. അതുപോലെ പിൻഭാഗത്ത് ഈ ഒരു ഓണോ ഷോക്കിനാണെങ്കിലും റെഡ് നിറമൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ സ്പോർട്ടിയാണ് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വാഹനം. സെൻട്രൽ സ്റ്റാൻഡും ഉണ്ട്, സൈഡ് സ്റ്റാൻഡും കൊടുത്തിട്ടുണ്ട്. TVS എന്നുള്ള ബാഡ്ജിങ് ഇവിടെയും കാണാം. അതുപോലെ തന്നെ ഈ ഭാഗത്താണെങ്കിലും ചെറിയ ചില എലമെൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ രസകരമാണ്. ഈ ഒരു നിറവും ബ്ലാക്കും റെഡും എല്ലാം കൂടി ചേരും നല്ല ഭംഗിയുള്ളൊരു സംഭവമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ വാഹനത്തെ പറ്റി പറയാവുന്നത്. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ പറഞ്ഞ എഞ്ചിനിൽ
പാടെ മാറ്റം വന്നുള്ള കാര്യമാണ്. ബേസിക്കലി ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് 125 തന്നെയാണ്. അതിലാണ് മാറ്റം വരുത്തി, പല മാറ്റങ്ങളും വരുത്തി ഈ വാഹനത്തിൻ്റെ BSP അടക്കമുള്ള കാര്യങ്ങളെല്ലാം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ടോർക്കിലൊക്കെ മാറ്റം വന്നിരിക്കുകയാണ്. അത്തരം കാര്യങ്ങൾ നമുക്കിനി ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് എന്തൊക്കെയാണെന്ന് തീരുമാനിക്കാം. $125cc സ്കൂട്ടറുകളുടെ കാര്യത്തിൽ എൻഡോർക്ക് ഒരു വലിയ വിജയമാണെങ്കിലും ഇപ്പോൾ ധാരാളം 150cc സ്കൂട്ടറുകൾ വന്നു തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ പെട്ടെന്ന് ഒരു മാറ്റം അനിവാര്യമാണ് എന്ന് മനസ്സിലായതുകൊണ്ടാണ് TVS 150cc എൻഡോർക്കുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. എൻഡോർക്കിൻ്റെ 20 ലക്ഷം 125cc സ്കൂട്ടറുകൾ വിറ്റൊരു ആത്മവിശ്വാസം തീർച്ചയായിട്ടും TVSനുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ സ്കൂട്ടറിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റൈലിങ്ങിൻ്റെ കാര്യത്തിൽ കാര്യമായ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ പോലും 125cc നിന്നും 150ലേക്ക് എത്തുമ്പോൾ നമ്മളെപ്പോഴും വിചാരിക്കുന്നത് ആ 12 ഇഞ്ചിൻ്റെ ടയറൊക്കെ ഒന്ന് മാറ്റി 14 ഇഞ്ച് ആക്കും എന്നൊക്കെയായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ ഓടിക്കുമ്പോൾ അത് വലിയ കുഴപ്പമില്ലാത്ത ഒരു ഡ്രൈവബിലിറ്റി നൽകുന്നുണ്ട്, അല്ലെങ്കിൽ റൈഡബിലിറ്റി നൽകുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു പരാതിയായിട്ട് പറയാനുമില്ല. TVSൻ്റെ മിക്ക സ്കൂട്ടറുകളുടെ ഒരു ഗുണമായിട്ട് ഞാൻ കാണുന്നത് അതൊരു ഫാമിലി സ്കൂട്ടറായിട്ടും അതേസമയം തന്നെ വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു യൂത്ത്ഫുൾ സ്കൂട്ടറായിട്ടും ഓടിക്കാൻ പറ്റുമെന്നുള്ള കാര്യമാണ്. അതിന് ഏറ്റവും പറ്റിയ ഉദാഹരണമായിട്ട് നമുക്കിപ്പോൾ ഏറ്റവും പുതിയ 150cc എൻഡോർക്കിനെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യാം. 2 നല്ല വലിപ്പമുള്ള അഡൽട്ടുകൾക്ക് സുഖമായിരുന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള സീറ്റ്, എന്നാൽ ഏത് ഹൈറ്റുള്ളവർക്കും സുഖമായിരിക്കാൻ പറ്റുന്ന സീറ്റ് ഹൈറ്റ്, കൂടാതെ ഹാൻഡിലിൻ്റെ പൊസിഷനാണെങ്കിലും വളരെ നല്ലൊരു റൈഡിങ് കംഫർട്ട് തരുന്ന രീതിയിലാണ്. 770 mm സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് ഏത് ഉയരക്കാർക്കും പറ്റുന്നതാണെന്നുള്ള ഒരു സംശയമില്ല. അതുപോലെ ഇന്ത്യയിലെ ഏത് മോശം റോഡിലൂടെയും ഓടിച്ചു പോകാൻ പറ്റുന്ന 155 mm എന്ന് പറയുന്ന ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ്, അതും തീർച്ചയായിട്ടും ഈ ഒരു സെഗ്മെൻറ്റിൽ പെടുന്ന വാഹനങ്ങളിൽ ഏറ്റവും മികച്ചതാണെന്ന് പറയാം. എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ എൻജിൻ തന്നെയാണ് താരമെന്ന് പറയുന്നത്. 125cc ആ എൻജിൻ്റെ ഏതാണ്ട് അതേ ബ്ലോക്കിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ്ട് അതേ രീതി തന്നെ പിന്തുടരുന്ന ഒരു എയർ കൂൾഡ് എൻജിനാണിത്. പക്ഷേ കാര്യമായ രീതിയിൽ മെക്കാനിക്കൽ മാറ്റങ്ങൾ ആ ഒരു എൻജിനിൽ വരുത്തിയിട്ടുമുണ്ട്. ബിഗർ ബോർ, ലോങ്ങർ സ്ട്രോക്ക്, റിവേഴ്സ്ഡ് മഫ്ലർ എന്നൊക്കെയാണ്, മഫ്ലർ റൂട്ടിംഗ് എന്നൊക്കെയാണ് കമ്പനി അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കുറേ കൂടെ റിഫൈൻഡ് ആയിട്ട് തോന്നുന്നുണ്ട്, കുറേ കൂടെ പവർഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്. ആ കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെയാണ് എക്സോസ് സൗണ്ടിൻ്റെ കാര്യത്തിലും വളരെ സ്പോർട്ടി സൗണ്ടാണെന്നുള്ള ഒരു സംശയമില്ല. പിന്നെ വളരെ മികച്ച ഒരു CVT ഗിയർ ബോക്സും കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ എൻജിൻ 13.2 BSP ആണ്. 7000 RPM മാക്സിമം പവർ കിട്ടുന്നത്. മാക്സിമം ടോർക്ക് 14.2 Nm ആണ്. അത് 5500 RPM നമുക്ക് മാക്സിമം ടോർക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ടോർക്കിൽ 0.7 Nm കിട്ടുന്നത് ഐഗോ എന്ന് പറയുന്ന ഇലക്ട്രിക് ബൂസ്റ്റിൽ നിന്നാണ്. ഞാൻ അതിനെപ്പറ്റി സൂചിപ്പിക്കുകയുണ്ടായല്ലോ. അതായത് നമ്മൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ പെട്രോൾ എഞ്ചിനൊരു ചെറിയ ലാഗ് വന്നാൽ ഉടൻ തന്നെ ഒരു ഇലക്ട്രിക് ബൂസ്റ്റ് കൊടുക്കുന്ന പരിപാടിയാണത്. അപ്പോൾ അങ്ങനെയാണ് 0.7 Nm കൂടുതലായിട്ട് ഇതിൽ ടോർക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എൻജിൻ നേരത്തെ 125ൽ നമുക്ക് തന്നിരുന്ന പവർ 10.9 ആണെങ്കിൽ ഇപ്പോൾ മാറ്റം സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു വലിയ മാറ്റം, അതായത് 13.2 ആണ് വർദ്ധിച്ചിരിക്കുന്നത്. 2 റൈഡ് മോഡുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് റേസും മറ്റൊന്ന് സ്ട്രീറ്റും. ഈ ഐഗോ അസിസ്റ്റ് ഇലക്ട്രിക് ബൂസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് റേസ് മോഡിൽ മാത്രമാണ് കിട്ടുന്നത്.
സ്ട്രീറ്റ് മോഡിൽ ഡയറക്റ്റ് എഞ്ചിനിൽ നിന്നുള്ള പവർ മാത്രമാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ സസ്പെൻഷൻ്റെ കാര്യത്തിലാണെങ്കിലും സസ്പെൻഷനും ഏതാണ്ട് 125-ൻ്റെ രീതി തന്നെയാണെങ്കിലും ഇതിൽ കൂടുതൽ ഡാമ്പിങ്ങും സ്പ്രിംഗ് റേറ്റ് അത്തരം കാര്യങ്ങളെല്ലാം മാറ്റം വരുത്തിയിട്ടുണ്ട്. അതുപോലെ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലും പിന്തുടരുന്നത് 125-ൻ്റെ അതേ രീതികളൊക്കെ ആണെങ്കിലും ABS പോലെയുള്ള അഡീഷണൽ സേഫ്റ്റിയും കൂടി ഇതിൽ വന്നിട്ടുണ്ട്. എന്നാലും ഞെട്ടിക്കുന്ന കാര്യം 115 കിലോഗ്രാം ഭാരം എന്നുള്ളത് 1 കിലോ കുറയുകയാണ് ചെയ്തത് 125-ൽ നിന്നും 150-ൽ എത്തിയപ്പോൾ എന്നുള്ളതാണ്. അത് ഏതായാലും ഒരു അമ്പരപ്പിക്കുന്ന കാര്യം തന്നെയാണ്. എന്തായാലും നമുക്ക് വേണ്ട സമയത്ത് റൈഡ് മോഡുകളൊക്കെ മാറ്റി വളരെ രസകരമായിട്ട് ഓടിച്ചു പോകാവുന്ന ഒരു സ്കൂട്ടറാണിത്. അതുപോലെ തന്നെ വളരെ മികച്ച ഹാൻഡ്ലിംഗ് നൽകുന്നുണ്ട്. വളവുകളൊക്കെ വീശുമ്പോഴാണെങ്കിലും ആത്മവിശ്വാസം ഒട്ടും ചോരാത്ത രീതിയിലുള്ള പ്രകടനമാണ് വാഹനം കാഴ്ചവെക്കുന്നത്. അപ്പം 125-നേക്കാളും കുറേ കൂടി സ്പോർട്ടിയായ ബൈക്ക് എന്നാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇതിനെപ്പറ്റി പറയാവുന്നത്. അപ്പോൾ ഇനി വില നോക്കുകയാണെങ്കിൽ 1,42,000 തൊട്ട് 1,53,000 രൂപയാണ് ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് വില. എക്സ്ഷോറൂമല്ലാട്ടോ, ഓൺ റോഡ് വിലയാണ്. എന്ന് പറഞ്ഞാൽ ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാവുന്ന ഏറ്റവും മികച്ചൊരു 150cc സ്കൂട്ടർ നമുക്ക് ഈ ഒരു വാഹനത്തെ വിളിക്കാം. അത് കാഴ്ചയുടെ കാര്യത്തിലായാലും അതുപോലെ തന്നെ കാര്യത്തിൻ്റെ കാര്യത്തിലായാലും. കാഴ്ചയുടെ കാര്യത്തിൽ വളരെ സ്റ്റൈലിഷും വളരെ സ്പോർട്ടീവാണ്, പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ സാമാന്യ ഭേദപ്പെട്ട സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് എത്ര പേര് അത് ഉപയോഗിക്കുമെന്ന് അറിഞ്ഞുകൂടാ, അതെല്ലാം കാര്യമായ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റ് ഹൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ ഹാൻഡ്ലിങ്ങിൻ്റെ ഒരു മികവ്, പിന്നെ ഒരു റൈഡിങ് പൊസിഷൻ, അത്തരം കാര്യങ്ങളൊക്കെ വളരെ മുന്നിലാണ്. പിന്നെ എൻഡോർക്കിൻ്റെ ഒരു DNA ഉണ്ടല്ലോ, അതായത് വളരെ സ്പോർട്ടിയുള്ള റൈഡ് തീർച്ചയായിട്ടും ഈ വാഹനം സമ്മാനിക്കുന്നുണ്ട്. പിന്നെ എൻജിൻ്റെ സൗണ്ട്, എക്സോ സൗണ്ട് പോലും വളരെ രസകരമാണെന്നാണ് പറയേണ്ടത്. അപ്പോൾ ഓരോ തവണയും TVSൻ്റെ പുതിയ സ്കൂട്ടറുകളും ബൈക്കുകളൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഒരു ഇന്ത്യൻ ചെന്നൈയിൽ ജനിച്ചു വളർന്നൊരു കമ്പനി ഇത്രയും മികച്ച വാഹനങ്ങൾ നിർമ്മിച്ച് ലോകത്തിലെ പല വാഹന നിർമ്മാതാക്കളുമായിട്ട് മത്സരിക്കുന്നു കാണുമ്പോൾ സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും ഈ ഒരു ജൈത്ര യാത്ര തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വീഡിയോ ഉണ്ട് എല്ലാവർക്കും എൻ്റെയും എൻഡോർക്കിൻ്റെയും ബൈ.